അസ്സലാമലൈക്കും. എല്ലാവരും ഓക്കെ അല്ലേ? അൽഹംദുലില്ലാ. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെയാണ് ആവശ്യമുള്ളത് എൻ്റെ മോട്ടിവേഷൻ. ഇതെന്താ? നല്ല ചൂടുള്ള ചായ. ഇതിവിടെ ഇരിക്കട്ടെ. ഇതെന്താ? ഇതാണ് നെപ്പോളിയൻ ഹിൽ എഴുതിയ ആൻഡ്രൂ കാർണിച്ച് മുതൽ. അതായത് ആൻഡ്രൂ കാർണിച്ച് എന്ന് പറഞ്ഞാല് ലോകത്തിലെ ആദ്യത്തെ ബില്യണറായ ആൻഡ്രൂ കാർണിച്ച് മുതൽ 4 ലക്ഷത്തോളം ബില്യേഴ്സ് വിജയത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണിത്. ഇത് നെപ്പോളിയൻ ഹില്ല് എഴുതാനായിട്ട് 20 വർഷത്തോളം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഇനി പറയുന്ന ഓരോന്നും ഇതിലുള്ളതാണ്. ആദ്യമായിട്ട് തന്നെ ഫ്രം ഫെയിലിയർ ടു സക്സസ്, തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക്. അതിനുള്ള മഹത്തായ ഒരു ഉദാഹരണം തന്നെയാണ് തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം ബൾബ് നിർമ്മിച്ചതല്ലേ? അദ്ദേഹത്തിന്റെ 1000 തവണ അദ്ദേഹം ബൾബ് നിർമ്മിച്ചിട്ടുണ്ട്. അതിലെ 1000ാമത്തെ തവണയാണ് അദ്ദേഹത്തിന്റെ ബൾബ് കത്തിയത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഓരോ ഈ പരിശ്രമങ്ങളും എനിക്കൊരു പാഠമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരാളാണ് ബോണറ്റ് ബഫറ്റ്. അദ്ദേഹം ഒരു ആപ്പ് നിർമ്മിച്ചിട്ടുണ്ട്. ആരാന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. 10 വർഷം യാഹൂവിൽ ജോലി ചെയ്ത് അദ്ദേഹം ട്വിറ്ററിലേക്ക് അപേക്ഷകയായി പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ യോഗ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പുറത്താക്കിയതിനു ശേഷം അദ്ദേഹം ട്വിറ്ററിൽ എഴുതിയിട്ടു, ട്വിറ്റർ റിജക്റ്റഡ് മീ. എന്നിട്ട് അദ്ദേഹം ഫേസ്ബുക്കിലേക്ക് അദ്ദേഹം മെസ്സേജ് അയച്ചു, എനിക്ക് ഒരു ഇന്റർവ്യൂ വേണം. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ യോഗ്യതയില്ല. അപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിലും ചാറ്റ് അയച്ചു വിട്ടു, ഫേസ്ബുക്ക് റിജക്റ്റഡ് മീ. എന്നിട്ട് അദ്ദേഹം കഴിഞ്ഞുള്ള 5 വർഷം അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് ഒരു ആപ്പ് നിർമ്മിക്കുകയാണ്. അതാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ആപ്പ്. ഇതെന്താ അറിയോ? ഇതാ എന്താണെന്ന് പറയാൻ ഇവിടെ ധൈര്യമുള്ള ഒരാള് വരട്ടെ. വാ. മാഷാ അല്ലാ. എന്താണിത്? വാട്സ്ആപ്പ്. മാഷാ അല്ലാ. ഉത്തരം വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മുടെ ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നുള്ള പുസ്തകം സമ്മാനമായിട്ട് കൊടുക്കാൻ പോവുകയാണ്. മാഷാ അല്ലാ. ഈ ലോകത്ത് ഭൂരിഭാഗം ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ വന്ന് പറയാനുള്ള ആ പേടി. ഞാൻ പറഞ്ഞാൽ അത് തെറ്റിപ്പോകോ എന്നുള്ളൊരു പേടി. അതുകൊണ്ടാണ് ഞാൻ ആ ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ആ പുസ്തകം അവനക്ക് സമ്മാനമായി നൽകിയിട്ടുള്ളത്. ഇനി മറ്റൊന്നാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നാം നമ്മളിൽ തന്നെ വിശ്വസിക്കുക, ആത്മവിശ്വാസം ഉണ്ടാവുക. അത് തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ ചായയിലേക്ക് കടന്നു വരാം. ഇതെന്തായിരുന്നു? നല്ല ചൂടുള്ള ചായ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇതെന്തായി? ചൂട് പോയി. കാരണം എന്താ? ഇതിന്റെ അന്തരീക്ഷത്തിലുള്ള ഈ വായുവിന് ചായയേക്കാൾ ചൂട് കുറവാണ്. അപ്പോൾ ഈ അന്തരീക്ഷം എന്തായി? ചൂട് ആകർഷിച്ച് ചായയുടെ ചൂടും പോയി. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ക്വാളിറ്റി എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ക്വാളിറ്റിയാണ്. അതുപോലെ അതാണ് ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം 4ാം ക്ലാസ്സിൽ സ്കൂളിൽ പൊട്ടിയിട്ട് അദ്ദേഹം വർക്ക്ഷോപ്പിലേക്ക് ജോലിക്ക് പോവുകയാണ്. അദ്ദേഹം കാറ് കേൾക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവരെല്ലാവരും ചോദിച്ചു, നീ എന്തെങ്ങനെ നോക്കിയിരിക്കണേ? അപ്പോ അയാൾ പറഞ്ഞു, ഞാൻ സ്വപ്നം കാണുകയാണ്, എനിക്ക് ഭാവിയിൽ ഒരു കാറിന്റെ ഓണറായി തീരണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവിതങ്ങളെല്ലാം അദ്ദേഹം അതിനുവേണ്ടി മാറ്റിവെച്ച് അദ്ദേഹത്തിന് സ്വയം ആത്മവിശ്വാസം ഉണ്ടായി. അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഫോർഡ് എന്ന് പറഞ്ഞ കമ്പനി. അദ്ദേഹത്തിന്റെ പേരാണ് ഹെൻറി ഫോർഡ്. APJ അബ്ദുൽ കലാമും ഗാന്ധിജിയും ഒക്കെ പറയുന്നുണ്ട്, നമുക്ക് സ്വയം വിശ്വാസം ഉണ്ടായാൽ അത് വളരെ നമ്മെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. നാം ഏതൊരു കാര്യത്തിലും നമുക്ക് സ്വയം വിശ്വാസം ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്നാണ് കഠിനാധ്വാനം ചെയ്യുക. നമുക്ക് ഏതൊരു കാര്യം നിർവഹിക്കണമെങ്കിലും നാം അതിന് കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്.
അതിന് ഉദാഹരണമാണ് സ്റ്റീവ് ജോബ്സ് എന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം കുറെ കാലങ്ങൾ പരിശ്രമിച്ച് അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം ആപ്പിൾ കമ്പനി നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു വിജയത്തിലേക്ക് എത്താനും നമ്മുടെ കഠിനാധ്വാനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കഠിനാധ്വാനം ചെയ്ത് വിജയത്തിലേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.